ലെസ് ഈസ് മോർ മിനിമലിസത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു മിനിമലിസത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന്. ആകെ 4 ഫോളോവേഴ്സാണുള്ളത്. പിന്നെ ആരെ ചോദിച്ചതെന്നാവില്ല. ഒരുപാട് പേരൊന്നും ചോദിച്ചിട്ടില്ല. 2 വീഡിയോ റിക്വസ്റ്റ് ആണുള്ളത്. 2നെ അഡ്രസ്സ് ചെയ്യുന്നു. ഒന്ന് മിനിമലിസത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് കളേഴ്സിനെ കുറിച്ചാണ്. കളേഴ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. മിനിമലിസ്റ്റിക് ഡിസൈൻ ഒരു ഡിസൈൻ ട്രെൻഡ് ആണെന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും ഇതൊരു ഡിസൈൻ ഫിലോസഫിയാണ്. ആവശ്യമുള്ളതല്ല, അത്യാവശ്യമുള്ളത് മാത്രം നമ്മുടെ ഡിസൈനിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി അത്യാവശ്യമുള്ളത് മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ കോർ മെസ്സേജ് ആയിരിക്കും ആ ഡിസൈനകത്ത് ഷൈൻ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇത് അത്ര പ്രാക്ടിക്കൽ ആവാറില്ല. കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടാവും. എങ്ങനെ പോയാലും ഡിസൈനിൽ ഇൻഫർമേഷൻസ് നിറഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയാൽ അത് ഡിസൈൻ വളരെ സിമ്പിളാക്കും. അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ മെമ്മറബിൾ ആക്കും, പവർഫുൾ ആക്കും, എഫക്റ്റീവ് ആക്കും. മിനിമലിസ്റ്റിക് ഡിസൈനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു 5 കീ എലമെൻസിനെ കുറിച്ച് പറയാം. വൈറ്റ് സ്പേസ്, ടൈപ്പോഗ്രഫി, കളർ പാലറ്റ്, ഇമേജറി, ലേഔട്ട്. മിനിമലിസത്തിൻ്റെ മെയിൻ ആണ് വൈറ്റ് സ്പേസ് എന്ന് നമുക്കറിയാം. പക്ഷേ വെറുതെ കുറച്ച് എംപ്റ്റി സ്പേസ് ഇട്ട് വയ്ക്കലല്ല, ഫോക്കസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് ആയിട്ടാണ് ഇതിൽ വൈറ്റ് സ്പേസ് വർക്ക് ചെയ്യുക. അടുത്തത് കളർ പാലറ്റും ടൈപ്പോഗ്രഫിയാണ്. നമുക്കറിയാം ഏറ്റവും മിനിമലാക്കുക. അതായത് 1 2 ഒരു കളറോ 2 കളറോ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും മിനിമം കളർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ഫോണ്ട് മാക്സിമം 2 ഫോണ്ട് ഇതിലേക്ക് ഒതുക്കുക. അതിനെ കൃത്യമായ കോൺട്രാസ്റ്റും വെച്ചിട്ട് നമ്മുടെ ഡിസൈനിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കഴിയും. പിന്നെ ഇമേജറിയാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇമേജസ് മാത്രം ഉപയോഗിക്കുക. ക്ലട്ടേഡ് ആയിട്ടുള്ള ഇമേജസുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ കട്ട് ഔട്ട് ചെയ്തിട്ട് മോണോക്രോം ആക്കിയിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ലേഔട്ടിൽ ശ്രദ്ധിക്കാനുള്ളത് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതൊക്കെ എഫക്റ്റീവായിട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി മിനിമലിസ്റ്റിക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഏത് വർക്ക് ചെയ്യാനിരിക്കുന്നതിന് മുന്നും റെഫറൻസ് എടുക്കുക, ഇൻസ്പിറേഷൻ എടുക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, അടിപൊളി ക്രിയേറ്റീവ്സ് ചെയ്യുക.